ഉള്ള പ്രോബ്ലംസ് ഒക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെയൊക്കെ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു നിങ്ങളായിട്ടുള്ള ഒരു സ്നേഹം നിലനിർത്താനും ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ ആ ഒരു വ്യക്തി. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇതുകൂടെ കാണുന്നുണ്ട്. മേ ബി അയാളുടെ കല്യാണം മേ ബി വേറെ ആരെങ്കിലും ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴും ആ ഒരു കണക്ഷൻ, അതായത് ഈ വ്യക്തിക്കില്ല, മറ്റേ ആൾ ചിലപ്പോൾ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ തരത്തിൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു പ്രോബ്ലം ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതും ഒക്കെ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തും അവിടുത്തെ ആ ഒരു ഇമോഷൻസും അവിടെ ഉണ്ടായിട്ടുള്ള ഓരോ പ്രോബ്ലംസും ഒക്കെ കൊണ്ടും ഈ ഒരു വ്യക്തി ഒരുപാട് അസ്വസ്ഥനാണ്. ബിക്കോസ് ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ ഒരു തേർഡ് പാർട്ടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിൽ നിന്ന് അവരുടെ എനർജി, അതായത് അവരെപ്പോഴും കണ്ടിന്യൂസ്ലി കോൺടാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ അവരെന്തെങ്കിലും തരത്തിലൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സൺ ഡിവോഴ്സി ആയിരിക്കാം. അപ്പോൾ ഡിവോഴ്സി ആയതുകൊണ്ട് തന്നെ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരുമായിട്ട് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രോബ്ലംസ് ഒക്കെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓർത്ത് ഈ ഒരു പേഴ്സൺ വളരെ അസ്വസ്ഥനാണ്. അപ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ട് ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ട് പോവേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമൊക്കെ തന്നെയാണ്. നിങ്ങളോട് വളരെ എന്താ പറയുക, നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്സും അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതോടുകൂടി അയാളുടെ ജീവിതത്തിൽ വളരെ ഹാപ്പിനെസ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അയാൾ വളരെ ഒറ്റപ്പെടലിലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ പോയിട്ടുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾ വന്നതിന് ശേഷം അയാൾക്ക് എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിലും നല്ല ഇമോഷണലി ഒക്കെ ഭയങ്കര നല്ലൊരു ഗ്രോത്തും കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ്ലി അയാളുടെ ആ ഒരു ക്യാരക്ടറൊക്കെ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളായിട്ടുള്ള കൂടുതൽ സമയങ്ങൾ നിങ്ങളോട് കൂടുതൽ ക്ലോസ് ആവാനൊക്കെ ആ ഒരു പേഴ്സൺ നോക്കാറുണ്ട്. സോ അയാൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളായിട്ടുള്ള ഒരു കമ്പനിയിൽ. സോ അയാൾ ദൈവത്തിനോട് നന്ദിയും പറയാറുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ വന്നതിന് ശേഷമാണ് ആ ഒരു പേഴ്സണ് ഒരുപാട് ലൈഫിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചതും കംപ്ലീറ്റ്ലി ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആളുടെ അടുത്ത് നിങ്ങളൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് വന്ന ആ ഒരു ഫീലാണ് ആ ഒരു വ്യക്തിക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണ് വളരെയധികം ഇഷ്ടം ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ നല്ലതുപോലെ ഈ ഒരു ഫാദർലി ഫിഗറായിട്ട് തന്നെ നല്ലപോലെ എല്ലാ തരത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങളെ എല്ലാ തരത്തിലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഈ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങൾക്ക് യാതൊന്നും വരാനും നിങ്ങൾ ആരും ഹേർട്ട് ചെയ്യാനും ഈ ഒരു വ്യക്തി സമ്മതിക്കില്ല. അതുപോലെ തന്നെ എല്ലാ തരത്തിലും